IPL മത്സരത്തിനിടെയുണ്ടായ ഒരു നിർണായക നിമിഷത്തെക്കുറിച്ച് രാജസ്ഥാൻ റോയൽസ് നായകൻ റിയാൻ പരാഗ് നടത്തിയ തുറന്നുപറച്ചിൽ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ചെന്നൈയുടെ വലിയ പ്രതീക്ഷയായിരുന്ന സഞ്ജു സാംസനെ വെറും 6 റൺസിന് പുറത്താക്കിയത് മുൻകൂട്ടി തയ്യാറാക്കിയ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് മത്സരശേഷം പരാഗ് പറഞ്ഞു. സഞ്ജു സാംസൺ ആദ്യത്തെ കുറച്ച് പന്തുകൾ എങ്ങനെ നേരിടുന്നു എന്ന് ശ്രദ്ധിച്ച ശേഷമാണ് തങ്ങൾ ആ തന്ത്രം പ്രയോഗിച്ചതെന്ന് റിയാൻ പരാഗ് പറയുന്നു. സഞ്ജുവിനോടുള്ള ബഹുമാനം തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആദ്യ 4-5 പന്തുകൾ എവിടേക്കാണ് കളിക്കുന്നത് എന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു. അതനുസരിച്ച് ഫീൽഡർമാരെ ക്രമപ്പെടുത്തി എന്നാണ് പരാഗ് വിശദീകരിച്ചത്. സഞ്ജു പുറത്തായ ആ ഷോട്ട് അദ്ദേഹം കളിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് ഷോർട്ട് ബോളുകൾ എറിഞ്ഞുകൊടുത്ത് അത് പുൾ ചെയ്യാൻ ഞങ്ങൾ അനുവദിച്ചില്ല, പകരം ബാറ്റ്മാനെ അസ്വസ്ഥനാക്കുന്ന രീതിയിൽ പന്തെറിയാനാണ് ശ്രമിച്ചത്. ആ തന്ത്രം ഫലിച്ചുവെന്നും അത് പാളിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വിഡ്ഢിയെ പോലെ ഇരിക്കേണ്ടി വരുമായിരുന്നു എന്നും റിയാൻ പരാഗ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മത്സരത്തിനിടെ സഞ്ജു നല്ല ഫോമിലായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ അനാവശ്യ റിസ്ക് എടുത്ത് ഷോട്ട് കളിക്കാൻ ശ്രമിച്ചതോടെയാണ് അദ്ദേഹം പുറത്തായത്. രാജസ്ഥാൻ ടീമിനകത്ത് തന്നെ മത്സര സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത് ഫീൽഡിംഗ് ക്രമീകരണങ്ങൾ തയ്യാറാക്കുന്നതിൽ പരാഗ് സജീവമായി ഇടപെടാറുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ മത്സരത്തിലും ബൗളറുമായി ചേർന്ന് സഞ്ജുവിനെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ഫീൽഡ് പ്ലാനാണ് ഒരുക്കിയതെന്നാണ് വ്യക്തമാകുന്നത്. മത്സരത്തിന് ശേഷമുള്ള അഭിമുഖത്തിൽ സഞ്ജു സാംസൺ മത്സരത്തിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നും ചിലപ്പോൾ അത് വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും, ഇന്നത്തേത് പരാജയമായി എന്ന് പ്രതികരിച്ചു. ചെന്നൈക്ക് വേണ്ടിയുള്ള ആദ്യ മത്സരത്തിൽ സഞ്ജുവിന് തിളങ്ങാനായില്ല. 7 പന്തിൽ 6 റൺസ് മാത്രം എടുത്ത് പുറത്തായ സഞ്ജുവിന്റെ വിക്കറ്റ് വീഴ്ത്തിയത് രാജസ്ഥാൻ ബൗളർ നാന്ദ്രെ ബർഗർ ആയിരുന്നു. റിയാൻ പരാഗിന്റെ കൃത്യമായ ഫീൽഡ് പ്ലേസ്മെന്റ് ആയിരുന്നു സഞ്ജുവിന്റെ വിക്കറ്റിലേക്ക് നയിച്ചതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഈ സംഭവം ടീമിനകത്തെ ആരോഗ്യകരമായ മത്സരാത്മകതയും തന്ത്രപരമായ ചിന്തകളും വ്യക്തമാക്കുന്നതാണെന്ന് ക്രിക്കറ്റ് വിദഗ്ധർ വിലയിരുത്തുന്നു. യുവതാരമായ പരാഗ് ടീമിന്റെ തന്ത്രങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന നിലയിലേക്ക് ഉയർന്നുവെന്നതും ശ്രദ്ധേയമാണ്.